നമുക്ക് DeFi റെൻഡറിൽ ഗ്രാസ് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ DeFi റെൻഡർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ DeFi റെൻഡറിൽ ടെറൈനാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഗ്രാസ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു പ്ലെയിൻ ആവശ്യമുണ്ട്. സോ നമുക്ക് പ്ലെയിൻ കിട്ടാൻ വേണ്ടി അസറ്റിൽ പോകുന്നു. മോഡലിൽ നിന്ന് ബേസിക് മോഡലിൽ നിന്നിട്ട് പ്ലെയിൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടെറൈനിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ മെറ്റീരിയൽ പിക്കർ എടുക്കുന്നു, ടെറൈനിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു. എന്നിട്ട് അതായത് ഈ മെറ്റീരിയൽ നമ്മൾ ഗ്രാസ് ആയിട്ട് അസൈൻ ചെയ്യുകയാണ്. സോ നമ്മൾ മെറ്റീരിയൽ ടെംപ്ലേറ്റിൽ പോകുന്നു, അത് ഗ്രാസ് ആയിട്ട് അസൈൻ ചെയ്തു. സോ നമുക്കിപ്പോൾ കാണാം നമ്മളുടെ പ്ലെയിൻ്റെ മുകൾ ഭാഗം മൊത്തം ഗ്രാസായി മാറിയിട്ടുണ്ട്. നമുക്കിവിടെ 6 ടെംപ്ലേറ്റാണ് ഉള്ളത്. 6 ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സാണ് ഗ്രാസിനായിട്ടുള്ളത്. നമുക്കിവിടെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഡെൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും ഓരോ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഒരു മെത്തേഡ് കൂടിയുണ്ട്. ആ മെത്തേഡ് ഇങ്ങനെയാണ്. അതായത് നമ്മൾ അസറ്റിൽ പോകുന്നു, അസറ്റിൽ പോയിട്ട് നമ്മൾ ഗ്രാസ് ഒന്ന് സെർച്ച് ചെയ്യുന്നു. സോ ഗ്രാസ് സെർച്ച് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഇതിൽ രണ്ടാമത്തെ ഗ്രാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്കിനി ഈ പ്ലെയിൻ്റെ മുകൾ ഭാഗം ഫുള്ള് ഗ്രാസ് കൊണ്ട് ഫില്ല് ചെയ്യണം. അതിന് നമ്മൾ ക്ലസ്റ്റർ സെലക്ട് ചെയ്തു, താഴത്തെ ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനകത്ത് ആ റേഡിയസ് മാക്സിമം ആക്കുന്നു, ഡെൻസിറ്റി ആ ഓപ്ഷൻസ് എല്ലാം നമ്മൾ മാക്സിമം ആക്കുന്നു. ദെൻ അലൈൻ ടു ടെറൈൻ ടിക്കും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്ലെയിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഇപ്പം ആ പ്ലെയിൻ ഫുള്ള് ഗ്രാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല ആ ഗ്രാസ് എന്ന് വെച്ചാൽ പല സൈസിലുള്ളതാണ്. തീരെ ചെറിയ ഗ്രാസ് തൊട്ട് വലിയ ഗ്രാസ് വരെ ആ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഗ്രാസിനെ കൊണ്ടുവരാൻ പറ്റും. സോ ഇതിന് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷിൻ്റെ അപ്പുറത്തൊരു ഇറേസർ ടൂളുണ്ട്, അത് സെലക്ട് ചെയ്യാം. ദെൻ അതിനകത്തും അതിന് റേഡിയസ് മാക്സിമം ആക്കുക. റേഡിയസ് മാക്സിമം ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യാം. സോ ഗ്രാസ് ഫുള്ള് പോയി കിട്ടി. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.